23/9/2025 ചൊവ്വാഴ്ച രാവിലെ നമ്മുടെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന എല്ലാവർക്കും ഇരിക്കുന്ന ഇനി ഇതിനകത്ത് കയറാനിരിക്കുന്നവർക്ക് പോലും വലിയൊരു അച്ചീവ്മെന്റിന്റെയും വലിയൊരു പ്രാർത്ഥനയുടെയും ദിവസമായി മാറട്ടെ. ഈ ദിവസം മാനസികവും ശാരീരികവും ബുദ്ധിപരവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും തൊട്ടുണർത്തുന്ന നമ്മുടെ ബയോട്ടോറിയം എന്ന നമ്മുടെ കമ്പനിയുടെ MD സാറിനെയും ഒപ്പം തന്നെ എന്റെ പിന്നണി പ്രവർത്തകരെയും നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഓർത്തുകൊണ്ട് 10 നിമിഷം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഓരോ ദിവസവും നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരുന്ന ഒരു കളരിയാണ് നമ്മുടെ സൂം മീറ്റിംഗ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇതിനകത്ത് ഒത്തുകൂടുകയും ഒരു മോർണിംഗ് വൈബ് ഇതിൽ നിന്ന് സമ്പാദിക്കുകയും തുടർന്ന് അങ്ങോട്ട് ഒരു ദിവസത്തെ മുഴുവൻ പ്രയത്നവും ഇതിലേക്ക് കൊടുക്കുകയും ഒത്തിരിയേറെ വ്യക്തികളെ നമ്മൾ ഓഡിറ്റോറിയം പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആത്മാർത്ഥതയോടും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രവൃത്തിയെ പരിശീലിപ്പിക്കാനുമാണ് സൂം മീറ്റിംഗ് നമ്മൾ നടത്തപ്പെടുന്നത്. നമ്മൾക്ക് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ വരുന്നത് നമ്മുടെ സുരേഷ് കെ സാറാണ്. സാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൂടെ ഈ ബയോട്ടോറിയത്തിലേക്ക് സുരേഷ് സാർ കടന്നു വന്നതിന് ശേഷമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ഒത്തിരിയേറെ പ്രവൃത്തി പരിചയമുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ഈറ്റില്ലമായ തൃശ്ശൂരിൽ നിന്ന് പല ഉന്നത ലീഡേഴ്സിന്റെയും കൂടെ പണി പഠിച്ച അദ്ദേഹം പഠിച്ച പണി കൃത്യമായി ടീമിലേക്ക് അപ്ലൈ ചെയ്യുകയും ടീമിനെ പഠിപ്പിക്കുകയും ചെയ്തപ്പോ വലിയൊരു അച്ചീവ്മെന്റ് നേടാൻ എനിക്ക് സാധിച്ചു, എന്റെ കൂടെയുള്ളവർക്ക് സാധിച്ചു. വലിയൊരു വിജയമാണ് ഞങ്ങൾക്ക് സുരേഷ് സാർ സമ്മാനിച്ചത്. ഈ കേരള ടീമിലേക്കും ഇതിന്റെ എല്ലാ വ്യക്തികളിലേക്കും ഇന്ന് സുരേഷ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ കടന്നു വരുന്ന ഓരോ വാക്കുകളും നമ്മൾക്ക് വിജയം നൽകുന്ന ഒന്നാണ്. ഇതിലേക്കായിട്ട് നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ സുരേഷ് സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം സുരേഷ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. മനോജ് സാർ എന്നെ വളരെ മനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ ഭൂരിഭാഗം ആളുകൾക്ക് തന്നെ പരിചയമുണ്ട്, കാരണം എല്ലാ ആഴ്ചയിലും ഒരു ദിവസവും ഞാൻ വരാറുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും മനോഹരമായി തീരട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് തുടങ്ങി എല്ലാ ലീഡേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് പുതിയതായി കടന്നു വരുന്ന വ്യക്തികളെയും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും ഇതിലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സൂം മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പരിചയപ്പെടുത്തുണ്ടായ പേര് സുരേഷ് എന്നാണ്, സ്ഥലം തൃശ്ശൂരാണ്. കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നേക്കാൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ ജീവനും ശ്വാസവുമാണ് ഡയറക്ട് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നത്. ഇതില് കടന്നു വന്ന കാലഘട്ടം മുതൽ ഇത് മനസ്സിലാക്കിയ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയ അന്ന് മുതൽ ഇതിനോട് വലിയൊരു അഭിനിവേശമാണ്.
അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. ഇതിലൂടെ വളരാനും ഇതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സഫലീകരിക്കാനും നമ്മുടെ കൂടെ വരുന്നവരെ ചേർത്ത് നിർത്താനും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും സദാസമയം പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ള വലിയ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ നമ്മളിന്ന് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ എന്നേക്കാൾ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളാണ്. ഒരുപാട് വ്യക്തികൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും നിരവധി റിസൾട്ടുകൾ കിട്ടുകയും ചെയ്ത വ്യക്തികളാണ്. നിങ്ങളുടെ പല ആളുകളുടെയും റിസൾട്ടുകളാണ് എന്നെ ഈ ബിസിനസ്സിനെ തുടക്ക സമയത്ത് വളരെയധികം ആവേശഭരിതനാക്കിയിട്ടുള്ളത്, കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ഈ കമ്പനിയെ കുറിച്ച് പ്രത്യേകിച്ച് ഇതിന്റെ MD നമ്മുടെ ക്യാപ്റ്റൻ ഡോക്ടർ സാഗർ ജോഷി സാറ്, കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നേരിട്ട് കാണാനും കണ്ട് ബോധ്യപ്പെടാനും സാധിച്ച സമയത്ത് ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കുകയും അടുത്ത 3 വർഷം മുതൽ 5 വർഷം കൊണ്ട് എന്റെയും എന്റെ കൂടെയുള്ള നമ്മുടെ ഈ ബയോട്ടോറിയം ഫാമിലിയിലെ നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ അത് വരുത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസത്തോടും അതിനുവേണ്ടി 24 മണിക്കൂറും 24/7 എന്ന് പറഞ്ഞ പോലെ സമയവും നമ്മുടെ കഴിവും നീക്കിവെച്ച് കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഈ മേഖലയിൽ കടന്നു വരുന്ന വ്യക്തികൾ, ചെറുപ്പക്കാരുണ്ട്, പ്രായമായ വ്യക്തികളുണ്ട്, വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ആളുകൾ ഉണ്ടാവാം, വീട്ടമ്മമാരുണ്ടാവാം, ആദ്യമായിട്ട് ഇത്തരം ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ ഉണ്ടാവാം. അങ്ങനെ എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത വ്യക്തികൾ, അങ്ങനെ വ്യത്യസ്തരായ ആള്. ഈ സൂം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. താടി നരച്ച ആളുകളുണ്ട്, കുറ്റിത്താടിക്കാരുണ്ട്, വയസ്സായ അമ്മമാരുണ്ട്, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതില് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് ഒരു ബിസിനസ്സാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഇതിൽ കടന്നു വരുന്ന എല്ലാവരും തന്നെ ബിസിനസ്സുകാരല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ മോർണിംഗ് മീറ്റിലിരിക്കുന്ന, ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരും ബിസിനസ്സുകാരനായി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. വെറും ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യം മാത്രമുള്ള വ്യക്തികൾ എന്തായാലും ഈ സൂം മീറ്റിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരെല്ലാവരും ഇതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഇതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു മേഖലയിലും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ, ആ മേഖലയിൽ വിജയിക്കാൻ വേണ്ടതായ കഴിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇതിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ബിഗ് സീറോ ആണ്. ഞാനും നിങ്ങളൊക്കെയും സീറോ ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് സീറോ ആണ്, ഉൽപ്പന്നത്തെ കുറിച്ചുള്ള അറിവ് സീറോ ആണ്, സെയിൽസ് എന്താണെന്ന് പോലും അറിയില്ല, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ, അറിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ അതുമായി ബന്ധപ്പെടുന്ന സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ഭൂരിഭാഗം ആളുകളും വിജയിക്കാത്തത്. പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന രീതി പലപ്പോഴും ഈ ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിൽ അല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ തെറ്റായി പോകുന്നുള്ളതാണ്. പ്രവൃത്തി പലപ്പോഴും എടുക്കുന്നുണ്ടാവാം, ആ പ്രവൃത്തി കൃത്യമായ രീതിയിലല്ലാത്തതുകൊണ്ട് തന്നെ, ശരിയായില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പൊ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബിസിനസ്സിൽ
നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മളെ വളർത്തുന്നത് ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. അപ്ലൈനും ഡൗൺലൈനും കസ്റ്റമറും ടീമംഗങ്ങളുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ബോണ്ടിങ് ആണ് ഈ ബിസിനസിനെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ, അദ്ദേഹവുമായിട്ടുള്ള ഈ ചുരുങ്ങിയ കാലത്തെ ആത്മബന്ധമാണ് എന്നെ ഇതിൽ മുന്നോട്ട് നയിക്കുക. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ആ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നെ ഈ ബിസിനസ്സിൽ വളർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബന്ധങ്ങൾ ശരിയായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി പ്രോപ്പർ ആവണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ബിസിനസ് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് പറയുന്നു, അത് എങ്ങനെ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്ത, നമ്മുടെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഇൻഫർമേഷനും മറ്റൊരാളിലേക്ക് പാസ് ചെയ്യരുത്. അപ്ലൈൻ ഓർ ഡൗൺലൈൻ തെറ്റായ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല. ഇത് ബൂമറാങ് പോലെ തിരിച്ചു വരും, നമുക്ക് തന്നെ അത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യം മാത്രമേ നമ്മുടെ ഡൗൺലൈനിലേക്കും, പ്രത്യേകിച്ച് ഡൗൺലൈനിലേക്കും അപ്ലൈനിലേക്കും നമ്മൾ ടീം അംഗങ്ങളിലേക്കും പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. ഇതാണ്. നമ്മൾ പല ആളുകളും പല രീതിയിലാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഞങ്ങൾ പറയും തള്ളുക എന്ന് പറയും. ഒന്നുള്ളത് നൂറാക്കി പറയുക. നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല, ഒരു അറിവുണ്ടാവില്ല, അതിനെ വലിയ പെരുപ്പിച്ച് പറയുക, തെറ്റായ കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പല ആളുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അവര് താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ, അവരുടെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം പല ആളുകളും അങ്ങനെ തള്ളി മറയ്ക്കുന്ന ആളുകളെ നമുക്ക് കാണാറുണ്ട്. ആ തള്ളലിനൊന്നും ദീർഘായുസ് ഉണ്ടാവില്ല, അത് വളരെ കുറച്ചു കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെ കൃത്യമായ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാവും. നമ്മളിങ്ങനെ പൊതുവെ എല്ലാവരും വായിച്ചും കേട്ടും പറഞ്ഞൊരു വാചകല്ലേ, കുറച്ചു കാലം കുറച്ചു പേരെ പറ്റിക്കാം, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ സാധ്യത എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ പറയുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു കാര്യമായി. ഓക്കെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ലൈഫിനെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ കെട്ടിപ്പടുത്തുന്ന, മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വേർഡുകൾ, നെഗറ്റീവ് ന്യൂസുകൾ, നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്ലൈൻ ഓർ ഡൗൺലൈൻ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പാസ് ചെയ്യരുത്. അതായത് ഇങ്ങനെ പറയും, നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈനോട് ഒരു നെഗറ്റീവ് പാസ് ചെയ്താൽ, ക്രോസ് ലൈനോട് ഒരു നെഗറ്റീവ് പാസ് ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങൾ വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ മരണം ഉറപ്പാണ് ഈ ബിസിനസ്സിൽ. അപ്പൊ ഒരിക്കലും നെഗറ്റീവ് വാർത്തകൾ, നെഗറ്റീവ് ന്യൂസുകൾ, നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും 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 നിങ്ങൾ ടീമിലേക്ക് പാസ് ചെയ്യരുത്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന അടുത്തൊരു കാര്യം, വിമർശനങ്ങൾ ഒരിക്കലും പരസ്യമായി ചെയ്യരുത്. വിമർശനങ്ങൾ ഒരിക്കലും പരസ്യമായി ചെയ്യരുത്. ഇപ്പോ നമ്മുടെ ഡൗൺലൈൻ ആയിരിക്കാം, അസോസിയേറ്റ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ ടീം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 5-6 വ്യക്തികളുണ്ട്, അദ്ദേഹത്തിന്റെ ഡൗൺലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ ഗസ്റ്റുകളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും ആവേശം കൊണ്ടും ആ വ്യക്തിയെ ഒരിക്കലും കൂട്ടത്തിലിരുന്ന് പരസ്യമായി ഒരിക്കലും വിമർശിക്കരുത്. എത്ര വലിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും വിമർശനങ്ങൾ എപ്പോഴും പേഴ്സണൽ ആയിട്ട് വേണം. അവരെ തിരുത്തേണ്ടത് ഒറ്റയ്ക്ക് വിളിച്ചിരുത്തിക്കൊണ്ടായിരിക്കും. ഇത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വിമർശനങ്ങൾ എപ്പോഴും പേഴ്സണലായി ഒറ്റയ്ക്ക് മാറ്റി നിർത്തിക്കൊണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മലയാളിക്ക് ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം, അഭിനന്ദനങ്ങൾ എപ്പോഴും പരസ്യമായി നൽകുക എന്നുള്ളതാണ്.
നിങ്ങൾ ഈ ബിസിനസ്സിൽ വളരാൻ വേണ്ട ഒരു ഏറ്റവും വലിയ ടെക്നിക്കാണ് അഭിനന്ദനങ്ങൾ എപ്പോഴും പരസ്യമായി നൽകുക എന്നുള്ളതാണ്. ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അവരെ അറിയിക്കപ്പെട്ട രീതിയിൽ, അർഹതപ്പെട്ട രീതിയിൽ അഭിനന്ദിക്കാൻ നമ്മൾ തയ്യാറാവണം. മനുഷ്യരായ വ്യക്തികൾ, ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അഭിനന്ദനം, റെക്കഗ്നേഷൻ. അത് വാരിക്കോരി കിട്ടുന്ന, ഭൂമിയിലെ ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് വീട്ടമ്മമാരുണ്ട്. നിങ്ങൾ 20, 25, 30 വർഷമായിട്ട് അടുക്കളയില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ലഞ്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു, തുണി അലക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്ന വ്യക്തികളാണ്. 10, 25, 30 കൊല്ലായി. എന്തെങ്കിലും ഒരു ദിവസം ഭർത്താവും മക്കളെല്ലാവരും കൂടി വിളിച്ചു നിർത്തി നിങ്ങൾക്ക് ഒരു പൊന്നാടിട്ട് തന്നിട്ടുണ്ട്, ഇത്രയും കാലം നമ്മുടെ വീടിനെ ഇത്രയും മനോഹരം കൊണ്ടുപോയി നയിച്ച എന്റെ ഭാര്യയ്ക്ക്, എന്റെ അമ്മയ്ക്ക്, എന്റെ സഹോദരിക്ക് ഒരു പൊന്നാട ഇരിക്കട്ടെ. അങ്ങനെ ഒരു അഭിനന്ദനം ഇന്ന് വരെ ആരും നടത്തിയിട്ടില്ല. എന്നാൽ ഈ മേഖലയിൽ നോക്കൂ, ഈ മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, നല്ലൊരു സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, നല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പൂക്കളുടെ അല്ലെങ്കിൽ അംഗീകാരങ്ങളുടെ ഒരു എന്താ പറയാ ഒരു പൂരം തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ അംഗീകാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മളെല്ലാവരും അത് ആസ്വദിക്കുന്ന ആളുകളാണ്. ഞാനും നിങ്ങളും ഒക്കെ ഇത് ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പരസ്യമായിട്ട് നമ്മൾ അവരെ അംഗീകരിക്കുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, അവന്റെ ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ ആക്റ്റീവ് ആവാനും ഈ മേഖല അവന്റെ സമയത്ത് ഈ മേഖലയിലേക്ക് കൂടുതൽ തിരിച്ചുവിടാനും തുടങ്ങും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ടീം വർക്കിൽ അത് ഒരു അസറ്റായിട്ട് മാറും. അപ്പോ നെഗറ്റീവ് ന്യൂസുകൾ പാസ് ചെയ്യാതിരിക്കുക, വിമർശനങ്ങൾ എപ്പോഴും പേഴ്സണലായിട്ട് ചെയ്യുക, അഭിനന്ദനങ്ങൾ എപ്പോഴും പരസ്യമായിട്ട് ചെയ്യും. ഇനി ടീമില് കമ്മ്യൂണിക്കേഷനുമായിട്ട് നമ്മളെല്ലാവരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ആശയപരമായിട്ടോ വാക്കുകളെ കൊണ്ടോ നമ്മൾ സംസാരിക്കുന്ന രീതികൾ കൊണ്ടോ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലാവില്ല കേൾക്കുന്ന വ്യക്തി അത് സ്വീകരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. പലപ്പോഴും ചിലപ്പോ ഒരു ഉദാഹരണം, ഒരു അപ്ലൈനെ കോൾ വിളിച്ചു, രാവിലെ ഡൗൺലൈൻ വിളിച്ചു, തിരക്കിന്റെ ഇടയിലോ അശ്രദ്ധ കൊണ്ടോ അദ്ദേഹം ആ കോൾ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം മറ്റൊരു ഡൗൺലൈൻ വിളിച്ചു. ആ സമയത്ത് ഈ അപ്ലൈൻ ലീഡറുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്ന ആൾ അറ്റൻഡ് ചെയ്തു. അപ്പോ ആ രണ്ട് ഡൗൺലൈൻസ് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പറയണം ഞാൻ വിളിച്ചിട്ട് സാർ എടുത്തില്ല. അപ്പൊ മറ്റാൾ പറയണം ഞാൻ വിളിച്ചപ്പോ സാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇദ്ദേഹത്തിന് ചെറിയൊരു വിഷമായി. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ വ്യക്തികളും, നമ്മളാകുന്ന ലീഡേഴ്സ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. അതിലേക്ക് നമ്മുടെ അക്കൗണ്ട് വാല്യൂ ഉണ്ടാവണമെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് നടന്നുകൊണ്ടിരിക്കണം. ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് ടീമിൽ നമ്മൾ മാറണം. നമ്മൾ ടീമിൽ മാറണം. ഇനി അഥവാ ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. അത് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം. അടുത്തത് നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ അത് പറയുമ്പോൾ പല ആളുകൾക്ക് ഇഷ്ടാവില്ല. ഞാൻ സിസ്റ്റമാണ് പറയുന്നത്. ഡോണ്ട് യൂസ് എനി പബ്ലിക് പ്ലേസസ് ഫോർ ബിസിനസ്. എന്താണ് പറഞ്ഞത്? ഡോണ്ട് യൂസ് എനി പബ്ലിക് പ്ലേസസ് ഫോർ ബിസിനസ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പൊതുസ്ഥലങ്ങൾ ഒരിക്കലും ബിസിനസ് പ്രസന്റേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. ബസ് സ്റ്റോപ്പുകൾ, ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വെച്ച ഒരാളെ കണ്ടേ വീട്ടിൽ പോകണ്ട, അവിടെ വെച്ചാൽ പറയാം. ബസ്സിൽ കയറിയപ്പോഴത് നമ്മൾ ഉദ്ദേശിച്ച ആള് നിൽക്കണം, ആ തൂങ്ങി പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് പറയാം. ദിവാരന്റെ ചായക്കടയിലോ മേരി ചേച്ചിയുടെ തട്ടുകടയിലോ വെച്ച് നിങ്ങൾ ബിസിനസ് പറയരുത്. ഇത് ഒരു പ്രൊഫഷനായി നമുക്ക് കാണാൻ പറ്റണം. കൃത്യമായിട്ട്
അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണം. ഒരിക്കലും പബ്ലിക് പ്ലേസുകൾ, പൊതുസ്ഥലങ്ങള്, മരണ വീട്ടിൽ വെച്ച്, കല്യാണ വീട്ടിൽ വെച്ച്, റേഷൻ കടയിൽ വെച്ച്, ഹോസ്പിറ്റലിൽ വെച്ച്, ബസ്സിൽ വെച്ച്, ഒരു പൊതു സ്ഥലത്തും നിങ്ങൾ ഒരിക്കലും ബിസിനസ് പറയരുത്. അവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ച, മനസ്സിൽ ഉദ്ദേശിച്ച അല്ലെങ്കിൽ മറന്നുപോയ ഒരാളെ പെട്ടെന്ന് വഴിയിൽ കാണുകയാണ്. ചെയ്യേണ്ട കാര്യം ബിസിനസ് പറയലല്ല, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കലാണ്. നമ്മൾ കുറെ കാലം കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്, പെട്ടെന്ന് നമ്മൾ മുന്നിൽ വന്നു പെട്ടു. സ്വാഭാവികം പറഞ്ഞത്, ഹലോ, ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഞാൻ വീട്ടിൽ വരാം എന്നാണ് പറ്റുക. എപ്പോഴാണ് ഉണ്ടാവുക? അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. നമുക്ക് രണ്ടുപേർക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും പറയും, എന്നുവെച്ചാൽ പറയൂ എന്ന് പറയും. ഒരിക്കലും അവിടെ വെച്ച് പറയരുത്, പൊതു സ്ഥലത്ത് വെച്ച് ബിസിനസ് പറയരുത്. അപ്പൊ പറയണം, ഇത് ഇങ്ങനെ വഴിയിൽ വെച്ച് പറയേണ്ട ഒരു കാര്യമല്ല, വളരെ വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വലിയ ഗുണകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരിട്ട് നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് കൃത്യമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ വീട്ടിൽ വരാം, അല്ലെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരിക്കലും പൊതു സ്ഥലത്ത് വെച്ച് ഈ ബിസിനസ് പറയരുത്. അതുപോലെ ബിസിനസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ക്യാപ്സൂൾ പരുവത്തിൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ് പറയരുത്. 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ഈ ബിസിനസ് ഒരിക്കലും പ്രസന്റ് ചെയ്യരുത്. കേൾക്കുന്ന വ്യക്തിക്ക് അതൊരിക്കലും ബോധ്യപ്പെടാൻ സാധ്യത കുറവാണ്. നിങ്ങൾ അത്രയും ഈ മേഖലയിലെ പരിചയമാവുന്ന സമയത്ത് അപ്പോഴൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാര്യം ഒരുപക്ഷെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു വരാം. തുടക്കക്കാരായ വ്യക്തികൾ ഒരിക്കലും 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ഈ ബിസിനസ് പറയരുത്. നമ്മൾ ചെറുതാക്കി പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ആളെ ചേർത്തലും ആളെ പിടിക്കലും ആയുള്ളൊരു കാര്യമായിട്ട് മാറും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോൺ. നമ്മളെ ഒരു അവയവം പോലെ ഒന്ന് മാറിയിരിക്കുന്ന നമ്മുടെ ഫോൺ ഒരിക്കലും ബിസിനസ് പറയാൻ ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് മാത്രം എടുക്കുക. ഫോളോ അപ്പും ഒരിക്കലും ഫോണിലൂടെ ചെയ്യാതിരിക്കുക. നമ്മളിന്ന് തെറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയോട് ബിസിനസ് പറഞ്ഞു, 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമതും ഫോളോ അപ്പിന് അങ്ങോട്ട് ബൈക്കിലോ ബസ്സിലോ യാത്ര ചെയ്യേണ്ട മടിക്ക് നമ്മൾ മനസ്സിൽ സ്വയം ഉത്തരം കണ്ടെത്തും, അവിടെ പോയാലും ഞാൻ തന്നെയല്ലേ സംസാരിക്കേണ്ടത്, അവിടെ പോയാലും ഞാൻ തന്നെയല്ലേ സംസാരിക്കേണ്ടത്, ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്താ കുഴപ്പമുണ്ട്. ഫോണിൽ കൂടെ പറഞ്ഞാൽ ഒരിക്കലും ആ കാര്യം വ്യക്തമാവില്ല. ഇവിടെ നമ്മളൊരു അറിവ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ സെയിൽസിനെ കുറിച്ച് ഇങ്ങനെ പറയും, ഒരു വാചകം പറയും, സെയിൽസ് ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വികാരത്തെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. അത് ഫോണിൽ കൂടെ ചെറിയ ശതമാനം മാത്രമേ സാധ്യമാവൂ. നേരിൽ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിലെ ആ ബോധ്യത്തെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും ഫോണിലൂടെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി ദയവ് ചെയ്ത് നിർത്തുക. റിസൾട്ട് വെറും 5% നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്ലാനും ഒരിക്കലും ഫോണിലൂടെ കൊടുക്കാതിരിക്കുക, നേരിട്ട് പോയി പ്രസന്റ് ചെയ്യുക. അടുത്തത്, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കൊച്ചു മിസ്റ്റേക്കുകളാണ്. ഡോണ്ട് ഓവർടേക്ക് ലീഡേഴ്സ് സ്പീച്ച്. നിങ്ങളും അപ്ലൈനും കൂടി ഒരു ബിസിനസ് പറയാനായിട്ട് പോയി, അപ്ലൈൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിൽ കയറുന്ന സ്വഭാവം ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. ഇവര് വളരെ ആവേശത്തിലാവും, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് അതിലുണ്ടാവും. ഒരു പക്ഷെ അതുവരെ അപ്ലൈൻ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ കൂടിയിരിക്കുന്ന വ്യക്തി ഇടയിൽ കയറിയിട്ട് ഒരു കലക്കും, ഇടയിൽ കയറിയിട്ട്. അതായത് ഒരിക്കലും ലീഡേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, ബെഗ് ചെയ്യരുത്. നീ ഒന്ന് ചേരടി, ഒന്ന് ചേര്, എനിക്ക് അപ്പുറത്തെ ഒരാളായി, നീ ഇപ്പുറത്ത് വന്നാൽ എനിക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടും. ഒരിക്കലും ബെഗിങ് പാടില്ല, അതുപോലെ ഫോഴ്സിങ്ങും പാടില്ല. ബെഗിങ്ങും ഫോഴ്സിങ്ങും, ഇരക്കുന്നതും നിർബന്ധിക്കുന്നതും നിങ്ങളുടെ ടീമിനെ സ്ട്രക്ക് ആക്കും. ഇത് മനസ്സിലാക്കിയിരുന്നോളൂ.
ബെഗിങ് ആൻഡ് ഫോഴ്സിങ് സ്ട്രക്ക് യുവർ ടീം. നിങ്ങൾ ടീമിനെ സ്ട്രക്കാക്കി കളയും, ഇടിച്ചു നിൽക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് അടുത്തൊരു പോയിന്റ്, നമ്മുടെ ഫാമിലിയിൽ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, ട്രൈപൂളോ 3 സൈറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവാം. നമ്മുടെ അപ്ലയൻസ് പറയും നിങ്ങൾ 3 സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു നല്ല ലെവലിൽ എത്തുന്നത് വരെ നിങ്ങളുടെ നിലവിലെ ടീം നിങ്ങളുടെ എഫർട്ട് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയം വരെ മൾട്ടിപ്പിൾ ഐഡീസ് ഓപ്പൺ ചെയ്യാതിരിക്കുക. പേഴ്സണൽ സെയിൽ വരുന്ന വെച്ച് ഫാമിലി ബോണസ് വാങ്ങാം, ഓക്കെ. അതല്ലാതെ 2ഉം 3ഉം സൈറ്റ് ഒരേ സമയം തുടക്കത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടീമിനെ അലങ്കോലമാകും. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ വരും. ഒരു ടീം ആദ്യം ഒരു മെയിൻ ഐ ഡി നമ്മൾ ഫോക്കസ് ചെയ്യുക, മെയിൻ ഐ ഡി ഫോക്കസ് ചെയ്യുക. അപ്പോ അതിന്റെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും ഭാര്യയോ അല്ലെങ്കിൽ മകനോ വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കും. മെയിൻ ഐ ഡിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ആ ടീം ജീനിയർ സൈഡും വിന്നർ സൈഡും കൃത്യമായി ബിസിനസ് വരുന്ന സമയത്ത്, നമ്മുടെ എഫർട്ട് ഇല്ലാതെ തന്നെ ബിസിനസ് വരുന്ന സമയത്ത് മാത്രമേ 2ാമത്തെയും 3ാമത്തെയും ഐ ഡി ടീം ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ ടീമിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് പ്ലാൻ പ്രസന്റേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ ഒറ്റയ്ക്ക് ബിസിനസ് പറയാൻ പോവരുത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ബിസിനസ് പറയാൻ പോവരുത്. ഡോണ്ട് ഗോ ഫോർ പ്ലാൻ പ്രസന്റേഷൻ എലോൺ, അങ്ങനെയാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരിക്കലും തനിയെ പോവരുത്. കുറ്റിച്ചൂലാണെങ്കിലും നമ്മൾ ഒരാളെ കൂടെ കൂട്ടണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ നമ്മൾ ചെല്ലുന്ന വ്യക്തി നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ്. അവരെപ്പോഴും മനുഷ്യന്റെ ഒരു സയൻസ് ആണ് അത്. ഒരു വ്യക്തി നമ്മളെ കാണുന്ന സമയത്ത്, പരിചയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എന്ത് പറഞ്ഞാലും അവര് നമ്മളുടെ പഴയ കാലത്തെ പാസ്റ്റിനെ കുറിച്ചാണ് അവർ നമുക്ക് മാർക്കിടുക. ഇന്നലെ വരെ ഇങ്ങനെ നടന്ന ആൾ ഇന്ന് ഇങ്ങനെ പറയുന്നു. അവിടെയാണ് അവരുടെ ചർച്ച ഉണ്ടാവും. അപ്പോ എപ്പോഴും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ഇത് പോണ സമയത്ത് അവരുമായി പരിചയമില്ലാത്ത നിങ്ങളൊരു അപ്ലൈനെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ അവർക്ക് വാല്യൂ കൊടുക്കും. അവരെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ നല്ല രീതിയിൽ എഡിഫൈ ചെയ്താൽ, കൂടെ കൊണ്ടുപോകുന്ന വ്യക്തിയെ കൃത്യമായിട്ട് എഡിഫൈ ചെയ്താൽ അവർ പറയുന്ന വാക്കിന് അവർ വാല്യൂ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോണ പരിപാടി നമ്മൾ നിർത്തുക. ടീമായിട്ട് അപ്ലൈനെ സഹായത്തോടു കൂടി വർക്ക് എടുക്കുക. തുടക്കത്തിൽ ഒരു 10, 15, 20 പ്ലാനെങ്കിലും നിങ്ങൾ അപ്ലൈന്റ് പറയുന്നത് എങ്ങനെയാണെന്നും എന്താണെന്നും എവിടെയാണ് അദ്ദേഹം അടുത്ത സ്റ്റെപ്പിലേക്ക് പോണെന്നും ഓരോ കസ്റ്റമേഴ്സിനോടും ഏത് രീതിയിലാണ് സംസാരിക്കുന്നതെന്നും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം, ബോധ്യപ്പെടണം. പിന്നീട് പ്രസന്റേഷൻ സമയത്ത് നിന്ന് നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, അപ്ലൈനെ കൂടി പോകുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ അപ്ലൈനെ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ബന്ധുവിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ധാരണ അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഉടനെ നമ്മുടെ മൊബൈൽ എടുത്ത് തോണ്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ വീടിന്റെ ഉള്ളിൽ, നമുക്കിപ്പോ സ്വാധീനമുള്ള വീടായിരിക്കും, പരിചയമുള്ള വീടാണ്. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെല്ലും. അതായത് നമ്മളെ കണക്ടിങ് ഒരു കണക്ടർ അല്ല നമ്മൾ. ആ പുതിയ കസ്റ്റമറെയും അപ്ലൈനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ അല്ല നമ്മൾ അവിടെ ഇരിക്കണം. പുതിയ ഒരാൾ ഇത് കേൾക്കുന്ന പോലെ അത്ഭുതത്തോടുകൂടി ആകാംക്ഷയോടുകൂടി നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഇരുന്നാൽ അവരും അതേ ആകാംക്ഷ അവിടെ. പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൾ വന്നു, നിങ്ങൾ കോൾ എടുത്ത് ചിലപ്പോ വച്ചിണ്ടാവാം. അടുത്ത കോള് അവർക്ക് വരും. അവർ ചിലപ്പോ അരമണിക്കൂറോളം സംസാരിച്ചിരിക്കും. ഒരു പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൾ വന്നാൽ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയണം, ഞാൻ അല്പം തിരക്കിലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ്, പിന്നീട് വിളിക്കും. ഈ വാചകം ആ വ്യക്തി കേൾക്കുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിക്കും ബോധ്യവും. അവർക്ക് കോൾ വന്നാലും അവരൊരു പക്ഷേ ഒന്നിനെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതേ കാര്യം പറയാം, ഞാനൊരു പ്രോഗ്രാമിലാണെന്ന് പറയും. നിങ്ങൾ ഫോണെടുത്ത് സംസാരിച്ചാൽ അവർ അതിന്റെ 10 ഇരട്ടി സമയം കൂടുതൽ സംസാരിക്കും. അപ്പൊ നമ്മളാണ് അവിടെ കൃത്യമായിട്ട് ആ പ്രോഗ്രാമിനെ അതിന് ഏറ്റവും നല്ല ചേരുവ. അതുകൊണ്ടാണ് പറയുന്നത്,
നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന്റെ കൂടെ വർക്കിന് പോണ സമയത്ത് നിങ്ങൾ അപ്ലൈനാണ് ബിസിനസ് പറയുന്നതെങ്കിൽ കൂടിയും അവിടെ നിങ്ങളുടെ 100% പ്രസൻസും എനർജിയും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ചില ആളുകള് അവിടെ ഇരുന്നിട്ട് പേപ്പർ വായിക്കും, ചിലരൊന്ന് മയങ്ങും, ചിലർ വാട്സപ്പ് നോക്കും. ഇതൊരിക്കലും പാടുള്ളതല്ല. അത് നിങ്ങളുടെ സാഗർ ജോഷി അവിടെ വന്നിരുന്ന് പ്രസന്റ് ചെയ്താലും റിസൾട്ട് വരില്ല. റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ്, സജീവമായ പ്രസൻസ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത്, നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് ഡോണ്ട് ഗീവ് എനി കമ്മിറ്റ്മെന്റ്. ഡോണ്ട് ഗീവ് എനി കമ്മിറ്റ്മെന്റ്. നമ്മളിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്റെ 2 സൈഡ് ആളിട്ട് തരാം, നീ ഒന്ന് ചേർന്നാ മതി, 2 സൈഡ് ഞാൻ നോക്കിക്കോളാം, 2 സൈഡ് ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയുള്ള തെറ്റായ ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾ കൊടുക്കരുത്. അവിടെ പറയണം, നമ്മളൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കണം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. ആ വാചകം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, ധൈര്യമായിട്ട് വാ, ഞാനല്ല നിന്നെ വിളിക്കുന്നു. ഇത്തരത്തിലുള്ള വാചകങ്ങളെ പറയാൻ പാടുള്ളൂ. അല്ലാതെ നിന്റെ 2 സൈഡും ഞാളായിട്ട് തരാം, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ നിനക്ക് വരും, അങ്ങനെയുള്ള അനാവശ്യമായ കമ്മിറ്റ്മെന്റുകൾ കൊടുത്താൽ അവർ വരുമാനം അക്കൗണ്ടിൽ വരുന്നത് നോക്കിയിരിക്കും. എന്നിട്ട് 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അവർ വിളിച്ചു നോക്കും, എന്റെ അക്കൗണ്ടിലേക്ക് ഒന്നും വന്നില്ലല്ലോ. അപ്പൊ അത്തരത്തില് റോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഡോണ്ട് മിസ്ഗൈഡ് യുവർ അപ്ലൈൻ ഓർ ഡൗൺലൈൻ. ഒരിക്കലും അപ്ലൈനെയോ ഡൗൺലൈനോ മിസ്ഗൈഡ് ചെയ്യരുത്. ചില ആളുകളുണ്ട്, അതെ അപ്ലൈ ഇങ്ങനെയൊക്കെ പറയും, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, അത് പറഞ്ഞു പോക്കോട്ടെ. അങ്ങനെ മിസ്ഗൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വ്യക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ലൈഫ് ലൈനാണ് അപ്ലൈൻ. നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കുത്താൻ അപ്ലൈൻ അനുവദിക്കില്ല. നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഉത്തമമായ ഒരു ബോധ്യം നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഉണ്ടാവും. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തരത്തിലും അപ്ലൈനെ കുറിച്ചോ അല്ലെങ്കിൽ ഡൗൺലൈനോ ഈ മിസ്ഗൈഡിങ്, തെറ്റായ വിവരങ്ങൾ തെറ്റായ രീതിയിൽ, ഇപ്പോ ഉദാഹരണത്തിന് മീറ്റിംഗ്, ഇന്ന് പാലക്കാട് മീറ്റിംഗ് ആണ്, നാളെ എറണാകുളം മീറ്റിംഗ് ആണ്. ഈ അപ്ലൈന് ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഡൗൺലൈൻ പോവാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അപ്ലൈൻ പറയാണ്, എല്ലാ ആഴ്ചയൊന്നും പോകണം നിർബന്ധമൊന്നുമില്ല, എല്ലാ ആഴ്ചയൊന്നും പോകണ്ട, നീ കഴിഞ്ഞ NDO അറ്റൻഡ് ചെയ്തല്ലേ, ഇനി അടുത്തത് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഇദ്ദേഹത്തിന് പോവാൻ സാധിക്കാതെ കൊണ്ട് മറ്റുള്ള ആളുകളെ പോലും മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് അവരെ കൂടി ആ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട്, തെറ്റായ ഒരുപാട് മിസ്ഗൈഡിങ് നമ്മുടെ ടീമുകളിൽ പല അപ്ലയൻസും നിശബ്ദമായി നടത്തുന്നുണ്ട്. ഇത് ടീമിന്റെ വളർച്ചയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് കൃത്യമായ റെസ്പെക്ട് കൊടുക്കാൻ നമ്മൾ കൃത്യമായി പഠിക്കണം. ഒരു പക്ഷെ നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാവാം, പ്രായം കൊണ്ട് കുറഞ്ഞതോ കൂടിയതോ ആവാം. അവർക്ക് കൊടുക്കേണ്ടതായ റെസ്പെക്ട് കൃത്യമായി നമ്മൾ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായി സ്ത്രീ പുരുഷമായി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആവേശം കൊണ്ട് നമ്മൾ ഒരിക്കലും സ്ത്രീകൾക്ക് കയറിയിട്ട് ഷെയ്ക്കൻഡ് കൊടുക്കണ്ട. ഞാൻ പ്രത്യേകിച്ച് ജെൻസിനോടാണ് പറയുന്നത്. സ്ത്രീ ഇങ്ങോട്ട് തന്നാൽ തീർച്ചയായിട്ടും കൊടുക്കും വേണം. നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. സ്ത്രീകൾക്ക് അങ്ങോട്ട് കയറിയിട്ട് ഹലോ മേഡം എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. അവർ ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഒക്കെ നമ്മൾ റിസീവ് ചെയ്യാം, തീർച്ചയായിട്ടും കൊടുക്കും വേണം. അപ്പൊ ആ ഒരു റെസ്പെക്ട്. അതുപോലെ രാത്രി ഒരു 8-9 മണിക്ക് കഴിഞ്ഞാൽ ഈ ലേഡീസിനോടുള്ള ആ ഫോൺ കോളുകൾ നമ്മൾ വളരെ കൺട്രോൾ ചെയ്യണം. കാരണം അവർക്ക് ഫാമിലിയിൽ തിരക്കുള്ള സമയമാണ്, ഭക്ഷണം വെക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളെ നോക്കേണ്ട കാര്യം ഫാമിലിയുമായിട്ടുള്ള സമയമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ടൈമും ഇടപെടുന്ന രീതിയും അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു ഡൗൺലൈന്റെ വീട്ടിൽ പോകുന്നു, അപ്ലൈന്റെ വീട്ടിൽ നമ്മൾ പോകേണ്ടതാണ്. അത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിലാവണം എന്നുള്ളത് വളരെ പ്രത്യേകിച്ചാണ്. കാലത്ത് പോയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് തിരിച്ചു പോരുന്ന രീതി ആവരുത്. അവർക്ക് നമ്മളൊരു ശല്യമായിട്ട് മാറരുത്. എന്നാൽ അവർക്ക് നമ്മളൊരു ആവേശമായിട്ട് മോട്ടിവേഷനായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും.
ആ രീതിയിൽ വളരെ 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 ശ്രദ്ധിച്ചു വേണം നമ്മൾ ടീമിന്റെ ഇടയിൽ പെരുമാറാനാണ്. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൂഫ് ഇല്ലാതെ ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോണ്ട് ഷോ യുവർ ആംഗ്രി വിത്ത് യുവർ അപ്ലൈൻ ഓർ ഡൗൺലൈൻ. ഡൗൺലൈൻ്റെ അടുത്തും അപ്ലൈൻ്റെ അടുത്തും നിങ്ങളുടെ ദേഷ്യം കാണിക്കണ്ട. ദേഷ്യം കാണിക്കാനുള്ള സ്ഥലമല്ല അത്. കാരണം നമ്മളിവിടെ ഒരാൾക്ക് ശമ്പളം നമ്മൾ കൊടുക്കുന്നില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മുതലാളി ദേഷ്യപ്പെടാറുണ്ട് ചിലപ്പോൾ, പലപ്പോഴും. അതും ഇന്നത്തെ കാലത്ത് അനുമതിയല്ല. ഡൗൺലൈൻസ് നമ്മുടെ അടിമകളല്ല. ഡൗൺലൈൻസ് ആരും നമ്മുടെ അടിമകളല്ല. എന്നാൽ അപ്ലയൻസ് പണിക്കാരുമല്ല. അങ്ങനെയുള്ള ചിന്താഗതി ആളുകളുടെ. ഞാൻ പണിതട്ടല്ലേ, എനിക്ക് എന്റെ ബിസിനസ് വരുമ്പോ ആൾക്ക് വരുമാനം വരുന്നുണ്ടല്ലോ, ഞാൻ പണിയെടുത്താൽ ആൾക്ക് ഗുണം കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ പണിയെടുക്കുമ്പോൾ തന്നെയാണ് അപ്ലയൻസിലേക്ക് വരുമാനം ഉണ്ടാവുക. നിങ്ങളുടെ ഡൗൺലൈൻ പണിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്കും വരുമാനം കിട്ടുക. ആ ചിന്ത നമുക്ക് ഉണ്ടാവും. അപ്പോ ചില ആളുകൾ അപ്ലയൻസിനെ അടിമകളെ പോലെ, ഈ പറഞ്ഞ പണിക്കാരെ പോലെ കാണുന്ന ആളുകളുണ്ട്. അവിടെ പോയി ചെല്ലു, ഫോൺ നമ്പർ കൊടുക്കുക, 10-100 ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് വിളിപ്പിക്കുക. നമ്മളത് കോൾ സെന്ററിലെ ആൾക്കാരാണ്. 10-25 ഫോൺ നമ്പർ കൊടുത്തു, വിളിച്ചോളൂ, എനിക്ക് ടീം ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഒരു പണിക്കാരനല്ല. ഇവിടെ എന്ത് കാര്യം സംഭവിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതൊരു പ്രസ്ഥാനമായിട്ട് മാറും. ഒരു ടീമായി മാറുന്നതോടുകൂടി എനിക്ക് പ്രസക്തി ഇല്ലാണ്ട് വരും. ടീം ആകുന്നത് വരെ ഞാൻ തന്നെയാണ് എന്റെ ടീമിന്റെ ഉടമസ്ഥൻ. കൺട്രോളും എന്റെ കയ്യിൽ തന്നെയായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈനെയും ഡൗൺലൈനെയും കൊടുക്കേണ്ട റെസ്പെക്റ്റും ആ വരമ്പും കൃത്യമായി നിശ്ചയിക്കണം. ഡൗൺലൈൻ അടിമയുമല്ല, അപ്ലൈൻ പണിക്കാരനുമല്ല. ഡൗൺലൈൻ ആയി പോയത് കൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കുന്നത് ചില ആളുകളുണ്ട്. അപ്ലൈനെ കയറി അസഭ്യം പറയുന്ന ആളുകൾ, ഡൗൺലൈൻസിനെ കയറി അസഭ്യം പറയുന്ന ആളുകൾ. അവരുടെ ആ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലം അത്. നമ്മുടെ സ്വന്തം കുട്ടികളോട് പോലും ദേഷ്യപ്പെടാനുള്ള അവകാശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. ആ ദേഷ്യത്തിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദേഷ്യം, അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, അത് ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിലെ ആരും 100% ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറവുകൾ നമുക്ക് ഉണ്ടായിരിക്കും. ആ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കുറവുകളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും കഴിയുമ്പോഴാണ് ഒരു അപ്ലൈനായി മാറും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് പറയുന്ന ഒരാളുകൾ, ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കൂടെ 2, 3, 4 വർക്കിന് പോയി, അതൊന്നും സെയിലായില്ല. അപ്പൊ ആ ഡൗൺലൈനോട് അപ്ലൈൻ പറയാണ്, ഇതൊന്നും ശരിയാവില്ല കേട്ടോ, നിന്റെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല, ഇങ്ങനെ ഉള്ള ആളുകളെ കാണാനൊന്നും എനിക്ക് ശരിയാവില്ല. അതായത് തുടക്കത്തിൽ തന്നെ തല്ലിക്കെടുത്തുന്ന ഒരു പ്രവണത. നമ്മൾ പറയേണ്ടത്, 4 ആളെ കണ്ടു, നോ പ്രോബ്ലം, നീ ലിസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യും, കുറച്ചുകൂടി കറക്റ്റായ ആളുകളെ തെരഞ്ഞെടുക്കും, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് ഞാനുണ്ട് ഇതിന്റെ കൂടെ. അവർക്ക് എപ്പോഴും ഒരു ധൈര്യമാണ് കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ ബയോട്ടോറിക് ഗോസ്റ്റുകളെ സൃഷ്ടിച്ചു പോരുന്നുണ്ട്. ചില ആളുകളുണ്ട്, എന്താണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ പ്രേതം, പിശാച് എന്നൊക്കെ പറയാം. ഈ ബയോട്ടോറിയത്തിന്റെ ഗോസ്റ്റുകൾ ഉള്ളത് കേരളത്തിൽ പല സ്ഥലത്തും. എന്താണെന്ന് മനസ്സിലായോ? ഈ ബയോട്ടോറിയത്തിലെ ഓരോ വ്യക്തികൾ സൃഷ്ടിച്ച ഗോസ്റ്റുകൾ. ഇവര് പോയി ബിസിനസ് പറഞ്ഞു, പൈസ കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് വാങ്ങിച്ചു? അവരുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു, ഐഡി അടിച്ചപ്പോ മെസ്സേജ് ചെന്നു. ചിലപ്പോ 500, 1000, 2000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. അഡ്വാൻസ് വാങ്ങിച്ച് നമ്മൾ പോന്നു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞ കഥകൾ എന്താ? ഡെയിലി ഫാമിലി ബോണസ്, വർഷത്തിൽ 1 കോടി, ആന മയിലൊട്ടകം പറഞ്ഞു. പിന്നീട് ആ വശത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. 6 മാസം മുമ്പോ 1 കൊല്ലം മുമ്പോ അങ്ങനെ 1000, 2000 വാങ്ങി പോന്നിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ ചെല്ലുകയാണ് ആവേശത്തിൽ ഈ ബിസിനസിന്റെ സാധ്യത പറയാൻ. അപ്പോ ഈ ആളുകൾ അവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെടും? ഗോസ്റ്റുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതെ, 6 മാസം മുമ്പ് ഒരുത്തൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ 2000 വാങ്ങിച്ച് പോയതാണ്, പിന്നെ ഈ വശത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചിരിക്കണം.
അഡ്വാൻസ് വാങ്ങുന്നത് തെറ്റല്ല. അഡ്വാൻസ് വാങ്ങിയാൽ അത് പിന്നീട് ഫോളോ അപ്പ് ചെയ്ത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില കളയരുത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 500 രൂപ അഡ്വാൻസ് വാങ്ങി കിറ്റ് അവിടെ വെച്ചു, പ്രൊഡക്റ്റ് അവിടെ കൊടുത്തു പോകുന്നു. പിന്നെ അവരോട് കെഞ്ചിയാണ് ബാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ട്. അവർ അടുത്തൊരു 500 തന്നു, അല്ലെങ്കിൽ 1000 തന്നു. ഞങ്ങളുടെ നാട്ടിലേക്കും തമിഴന്മാരെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് എടുക്കുന്ന ഏർപ്പാടുണ്ട്. എല്ലാ ആഴ്ചയിലും അവർ പിരിച്ചു പോണ പോലെ. പിന്നീട് ഈ അപ്ലയൻ വീടിന്റെ മുന്നിൽ വരുമ്പോ ഈ പുതിയ ആള് കാണുന്നത് ഈ പറയുന്ന പലിശക്കാരെ പോലെയാണ്. ഒരു 5-10 തവണയായിട്ട് കൊടുത്തു തീർത്തു. അവർ തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായി. അപ്പൊ കൃത്യമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് പഠിക്കണം. അഡ്വാൻസ് വാങ്ങുന്നത് നല്ലതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ വളരെ വേഗത്തിൽ നമുക്ക് കഴിയണം. അതിന് കൃത്യമായി ഒരു വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അവർ തമ്മിലുള്ള ബന്ധം വഷളാവും. ആ വ്യക്തി ഒരു ഗോസ്റ്റ് ആയിട്ട് മാറും. പിന്നീട് ആ പ്രദേശത്ത് ഈ ബയോട്ടോറിയമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അവർ എപ്പോഴും അവിടെ പോസ്റ്റർ ഒട്ടിച്ച് നമ്മുടെ മുന്നിലുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തുടക്കത്തില് ഡോണ്ട് ലൂസ് ഹോപ്പ് ആഫ്റ്റർ സീയിങ് ഇനീഷ്യൽ ഫെയിലിയർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തുടക്കത്തിൽ നമ്മൾ ആളുകളെ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോ നമുക്ക് എന്ത് കിട്ടണമെന്നില്ല, ബിസിനസ് അല്ലെങ്കിൽ ക്ലോസിംഗ് വരണം നിർബന്ധമില്ല. ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന നമ്മളുടെ ഫെയിലിയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും എന്നെ കൊണ്ട് സാധ്യമാകില്ല എന്നൊരു ചിന്തയിലേക്ക് മാറാറുണ്ട്. അവിടെ ഓരോ അപ്ലയൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ടീമില് കടന്നു വരുന്ന വ്യക്തികൾ 4, 5, 6 ആളുകളെ കണ്ടിട്ട് അവിടെ സെയിൽസ് ഒന്നും നടന്നില്ലെങ്കിൽ അവരെ വിട്ടുകളയല്ല വേണ്ടത്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഈ പറയുന്ന ലെഫ്റ്റും റൈറ്റും, അതായത് ജീനിയസ് സൈഡും വിന്നർ സൈഡും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർ ഉപേക്ഷിച്ച് കളയല്ല വേണ്ടത്. അപ്പോ കൃത്യമായിട്ട് നമ്മൾ ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളായി കാണണമെന്ന് കൃത്യമായൊരു ഒരു കൃത്യമായ ബോധ്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരെ കൂടെ നമ്മൾ കൃത്യമായി സപ്പോർട്ട് ചെയ്യണം. അടുത്തത്, ഗീവ് റെസ്പെക്ട് യുവർ അപ്ലൈൻ. നിങ്ങളുടെ അപ്ലൈന് കൃത്യമായ ബഹുമാനം നമ്മൾ കൊടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, അപ്ലൈൻ ലൈഫ് ലൈൻ ആണ്. അപ്ലൈനെ ഏറ്റവും മികച്ച ഒരു ഫ്രണ്ട് ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ബിസിനസ്സിൽ അപ്ലൈന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടീമിൽ നിന്ന് റെസ്പെക്ട് കിട്ടുള്ളൂ. നിങ്ങൾ ബഹുമാനിക്കേണ്ടത് വളരെ കുറച്ച് ആളുകളാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ 4-5 വ്യക്തികൾ അപ്ലയൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് 1000കണക്കിന് ഡൗൺ ലൈൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാണ്ടാവും. വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ റെസ്പെക്ട് റിലേഷൻഷിപ്പിന്റെ വളമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് മികച്ചൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. ടീം ബിൽഡിങ്ങും സെയിൽസുമായി ബന്ധമുണ്ടെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ ടീം ബിൽഡിംഗ് നടക്കുന്നത് സെയിൽസിനെ മാത്രം വച്ചുകൊണ്ടല്ല. ടീം ബിൽഡിംഗ് നടക്കുന്നത് നമ്മളും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടുള്ള അപ്ലൈനും ഡൗൺലൈനുമായിട്ടുള്ള കൃത്യമായ റാപ്പോ വർക്ക് ചെയ്യുമ്പോഴാണ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നുണകൾ പറയാതിരിക്കുക. നമ്മൾ കൃത്യമായ സമയം പാലിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഓഫറുകൾ നമ്മൾ വെക്കാറുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. പറ്റുന്നത് പറഞ്ഞാൽ മതി, പറയുന്നത് ചെയ്യുന്നവരായിരിക്കണം. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ കൃത്യമായി ആ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി, അതായത് ഒരു റോൾ മോഡലായി നമ്മൾ ടീമിന് മാറണം. മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഒരു റോൾ മോഡലാണ്. അവരുടെ മനസ്സ് അവർ പറയണം, ഇന്ന ആളെ പോലെ എനിക്ക് ആവണം. എന്നെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകളെ ഉള്ളിൽ അവർ ആഗ്രഹം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി ആയിരിക്കണം എന്റേത്. ടീമിന്റെ റോൾ മോഡലായി നിങ്ങൾ മാറണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതുപോലെ തന്നെ ഡ്രസ് കോഡ്, ഓൾവേസ് ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡ്രസ് കോഡിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മള് കൈലിമുണ്ടും എടുക്കുക, ഒരു കീറി പറഞ്ഞ ഷർട്ടോ അല്ലെങ്കിൽ ഒരു പഴകിയ ദ്രവിച്ചൊരു ഷർട്ടും ധരിച്ച് കോടികളുടെ ബിസിനസ് പറയാൻ പോയാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾക്ക് തന്നെ അറിയാം.
ഒരു CI എന്ന് ആയ ഒരു വ്യക്തി ആളുടെ ഡ്രസ് കോഡിൽ വന്നു നിന്ന് നമ്മളോട് ഒരു കാര്യം പറയുമ്പോഴും ആള് സാധാരണ ലുങ്കിമുണ്ട് എടുത്ത ഒരു കാര്യം പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യം ഒന്നാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതിന് നമ്മൾക്ക് ഉണ്ടാവുന്ന വാല്യൂ വേറെ ആയിരിക്കും. ഒരു ഡോക്ടറെ ഡോക്ടറാക്കുന്നതും വക്കീലിനെ വക്കീലാക്കുന്നതും ആ ഡ്രസ് കോഡ് തന്നെയാണ്. അപ്പൊ ഒരു ഡയറക്ട് സെല്ലർ എന്ന രീതിയിൽ നിങ്ങൾ ഈ പ്രൊഫഷന് അനുയോജ്യമായ ഒരു വസ്ത്രധാരണം ശീലാക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ധരിക്കുന്ന കമ്മല് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്, അതിനെ കൃത്യമായിട്ട് പറയാം. നമ്മുടെ ടീമിലെ ഒരു ലേഡി ആ മറ്റൊരു ലേഡിക്ക് 1-to-1 പ്രസന്റേഷൻ കൊടുക്കുകയാണ്. അപ്പോ നമ്മളുടെ ഈ ലേഡി ഇട്ടിരിക്കുന്ന കമ്മല് ഈ പന്തല് പോലെ 7 സ്റ്റെപ്പ് ഉള്ളതാ. അതിങ്ങനെ ഒന്നിങ്ങനെ അനങ്ങണ സമയത്ത് ഈ കമ്മലും കിടന്ന് ഇങ്ങനെ ആടും. നല്ല തിളക്കമുള്ള കമ്മല, പുതിയതാ, അത് ഇട്ട് വന്ന് ഞങ്ങൾ തന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലേഡിയോട് ബിസിനസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്നതിന്റെ ഈ നമ്മുടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ലേഡി പറയുന്ന ആവേശത്തിൽ തല കുലുങ്ങുന്നു, ബോഡി അനങ്ങുന്നു. അപ്പൊ ഈ കമ്മലും അതിനനുസരിച്ച് അനങ്ങുന്നുണ്ട്. പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ആ ഓപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാൻ കേട്ട ലേഡി ചോദിച്ച ചോദ്യം ഈ കമ്മല് എവിടെന്നാ വാങ്ങിയെന്നുള്ളതാണ്. കാരണം ആ കമ്മല് ആൾക്ക് ഭയങ്കരമായിട്ട് ബോധിച്ചു. പ്ലാൻ അല്ല ആ വ്യക്തി ശ്രദ്ധിച്ചത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ വേഷം, ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ നടത്തണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹെയർ സ്റ്റൈല്, താടി, അതൊക്കെയും നമ്മുടെ ഫസ്റ്റ് ആ ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് എനർജറ്റിക് ആവുക. ഈ ബിസിനസിന്റെ വിജയത്തിന്റെ താക്കോൽ 99% നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്, ഒരു പ്രസന്റേഷനിൽ സക്സസ് ഇരിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവലാണ്. എനർജി ലെവൽ താന്നു പോയാൽ എത്ര നല്ല അറിവ് നിങ്ങൾ കൊടുത്താലും അത് ഏൽക്കില്ല. എനർജി ലെവൽ മികച്ചതാണെങ്കിൽ നിങ്ങൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കും. അവർ ഹൃദയത്തിൽ അത് കൊള്ളും, അവർ സ്വീകരിക്കും. നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കണം. ഈ ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തണുപ്പന്മാർക്ക് പോലും തണുപ്പന്മാരുടെ കൂടെ ഇരിക്കുക ഇഷ്ടമല്ല. ശരിയാണോ? തണുപ്പന്മാർക്ക് പോലും തണുപ്പന്മാരുടെ കൂടെ ഇരിക്കുക ഇഷ്ടമല്ല. നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. ഇങ്ങനെ പറയും, റബ്ബർ പാല് കുടിച്ച പോലെ എന്ന് പറയും. അങ്ങനെ നിൽക്കണം നമ്മൾ. ആ രീതിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ആ റോൾ മോഡലായി മാറാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ടീമിൽ നമ്മളൊരു ഐക്കണായിട്ട് മാറുള്ളൂ, നിങ്ങൾ റോൾ മോഡലായി മാറുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം, എനർജറ്റിക് ആവണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പല ആളുകളും മടിക്കുന്ന ഒരു കാര്യമാണ്. എഡിഫൈ ലീഡേഴ്സ് ഓൾവേസ്. നിങ്ങളുടെ ലീഡേഴ്സിനെ നിങ്ങൾ എപ്പോഴും എഡിഫൈ ചെയ്ത് സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ടീം അംഗങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ലീഡർക്ക് കൊടുക്കുന്ന എഡിഫിക്കേഷൻ ആണ് ആ വ്യക്തി പറയുന്ന വാക്കുകൾക്ക് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ലീഡറെ എഡിഫൈ ചെയ്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലീഡർ പറയുന്ന വാക്കുകൾ അവർ ശ്രദ്ധിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിന് ഗുണകരമായിട്ട് മാറും. പല ആളുകൾക്കും എഡിഫൈ ചെയ്യാൻ മടിയാണ്, അഭിനന്ദിക്കാൻ വളരെ മടിയാണ്, മലയാളികൾ പ്രത്യേകിച്ച്. അപ്പൊ എഡിഫിക്കേഷൻ നമ്മളൊരു ശീലമാക്കുക. ഈ ബിസിനസ്സിലെ ടീം ബിൽഡിങ്ങിലെ ഒരു ഷോർട്ട് കട്ടാണ് എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എഡിഫൈ യുവർ അപ്ലൈ. നിങ്ങൾ ഒരാളെ ബിസിനസ് പറയാൻ പോകുന്ന സമയത്തും ആരാണ് പറയുന്ന ആ വ്യക്തി വ്യക്തമായിട്ട് എഡിഫൈ ചെയ്യണം. എഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, തെറ്റായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയല്ല, പൊങ്ങച്ചം പറയലല്ല. അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി അതിന് നന്നായി പറയാന്നുള്ളതാണ്. പൊങ്ങച്ചം പറയലല്ല, ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് നന്നായിട്ട് പറയാന്നുള്ളതാണ്. നമ്മളെപ്പോഴും എഡിഫൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മളെപ്പോഴും കണ്ടിന്യൂസ് പാർട്ട് ഓൾ ഇബയോട്ടോറിയം പ്രോഗ്രാംസ്, നമ്മളെപ്പോഴും ഇബയോട്ടോറിയം പ്രോഗ്രാമുകളുടെ ഭാഗമായി മാറും. എന്ന് നിങ്ങളുടെ ടീം പ്രോഗ്രാം വിളിച്ചാലും അവിടെ ആദ്യം എത്തുന്ന ആളും അവസാനം പോകുന്ന ആളും ഞാനായിരിക്കും. ഏറ്റവും മുമ്പ് ഞാൻ ഉണ്ടാവണം. കണ്ടിന്യൂസ് അതിൽ എത്ര തവണ NDO ആയിക്കോട്ടെ, വൺ ഡേ വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, വൺ ഡേ പ്രോഗ്രാം ആയിക്കോട്ടെ, ടുഡേ ക്യാമ്പ് ആയിക്കോട്ടെ, BOP സെന്ററുകളായി എന്തും ആയിക്കോട്ടെ, എല്ലാ പ്രോഗ്രാമിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ടോക്ക് അബൌട്ട് ബിഗ് വിഷൻസ് ആൻഡ് വ്യൂസ്. നമ്മൾ സംസാരിക്കുന്നത് വലിയ വലിയ വിഷൻ ആയിരിക്കണം.
വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, വലിയ കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റണം. ഒരു വലിയ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന വ്യക്തികളോട് ആഴ്ചയില് അല്ലെങ്കിൽ ദിവസത്തില് 3000-4000 കിട്ടുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നിങ്ങൾ കൊടുക്കേണ്ട കാഴ്ചപ്പാട്, നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഡെയിലി സീലിംഗ് ആവുന്നതിനെ കുറിച്ചായിരിക്കണം. അതിന് ഏറ്റവും വലിയൊരു റോൾ മോഡലാണ് നമ്മുടെ മനോജ് സാർ. മനോജ് സാർ നമ്മുടെ റീപർച്ചേസ് പ്ലാൻ വന്ന അന്ന് മുതൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. 45 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ടാണ് എന്റെ സ്വപ്നം. അതൊരു ഒരു വിഷനാണ്. അദ്ദേഹം നമ്മൾ മുന്നിലേക്ക് ഇട്ട് തരുമ്പോ അത് കേൾക്കുന്ന നമുക്കും, നമ്മളിൽ തുടക്കക്കാർക്ക് പോലും എന്ത് വിചാരിക്കും, അദ്ദേഹത്തിന് 45 വാങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു 10 വാങ്ങാൻ പറ്റും, 10 ലക്ഷമെങ്കിലും വാങ്ങാൻ പറ്റും. ആ ചിന്തയിലേക്ക് നമ്മൾ എത്തും. മനോജ് സാറ് പറയാണ് വന്നിരുന്നിട്ട് നമ്മുടെ മീറ്റിങ്ങില്, എനിക്ക് എല്ലാ ദിവസവും ഒരു 10,000 രൂപ കിട്ടിയാൽ മതി പറയാം വിചാരിക്കൂ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു 5000 രൂപ എല്ലാം എനിക്ക്, പ്രത്യേകിച്ച് എന്റെ മക്കൾക്കൊക്കെ വീടായി കാര്യങ്ങളൊക്കെ ആയിപ്പോ, ഇനി 5000 രൂപ വെച്ച് കിട്ടിയാൽ മതി. ഈ ടീം 0 ആയി മാറും. ആരും ഉണ്ടാവന്റെ കൂടെ. നമ്മൾ എപ്പോഴും വലിയ കാഴ്ചപ്പാടുകൾ കൊടുക്കണം. നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കാറിനെ കുറിച്ചോ വാഹനത്തെ കുറിച്ചോ വീടിനെ കുറിച്ചോ എന്ത് പറയുകയാണെങ്കിലും അത് ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഉയർന്ന ലെവലിൽ നമ്മൾ സംസാരിക്കണം. വലിയ കാഴ്ചപ്പാടുകൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ അതിലെ 10-ൽ 1 ആഗ്രഹിക്കൂ, അതിനുവേണ്ടി അവർ ലക്ഷ്യം വെക്കൂ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ക്വാളിറ്റീസ് പ്രിൻസിപ്പൽസ് ഓൺ എത്തിക്കൽ സ്റ്റെപ്പ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. പരസ്പര ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപവാദം പറച്ചില് ഒഴിവാക്കുക. ഇവിടെ നിന്ന് ഒന്നെടുത്ത് അപ്പുറത്ത് 10 തെറ്റായ രീതിയിൽ ഞാൻ പറയും മസാല ചേർത്ത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ഒരു ഡൗൺലൈൻ ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, ആ വ്യക്തിയോട് ചെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെ സ്വല്പം കൂടി മസാല പുരട്ടി നമ്മൾ അങ്ങോട്ട് പറയാം. എന്നിട്ട് അവര് തമ്മില് ഒരു വിഷയം ഉണ്ടാവുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട, വിജയിക്കാൻ വേണ്ട ക്വാളിറ്റീസ് മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് എത്തിക്സ് നമുക്ക് ഉണ്ടാവുക. കാരണം എന്താ, ഈ ബിസിനസ് 6 മാസത്തേക്കുള്ളതല്ല, നിങ്ങളുടെ 6 തലമുറയ്ക്കുള്ളതാണ്. അതിന്റെ ഫൗണ്ടേഷൻ നിങ്ങളിൽ തന്നെ കൃത്യമായി മുന്നോട്ട് പോകണം. ഏറ്റവും നല്ല ഈ ബിസിനസ് വിജയിക്കാൻ ആവശ്യമായ കുറച്ചധികം കാര്യങ്ങൾ, ക്ഷമാശീലം, സത്യസന്ധത, ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്ട്രാ ഗുഡ് ബിഹേവിയർ ആൻഡ് ടോക്ക്. ഒരു നല്ലൊരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാവണം. ഞാൻ വിശ്വസിക്കുന്നു ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾ ഈ ബയോട്ടോറിയം സീരിയസ് ആയിട്ട് ചെയ്താൽ നിങ്ങളുടെ ക്യാരക്ടർ തന്നെ മാറും. ബിഹേവിയറിൽ മാറ്റം വരും, സംസാര രീതിയിൽ മാറ്റം വരും, ഉപയോഗിക്കുന്ന വാക്കുകൾ മാറും. നമ്മൾ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആവും, പ്രൊഫഷണൽ ആവും. 2 കൊല്ലം 3 കൊല്ലം മുമ്പ് കണ്ട ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, നീ ആകെ മാറിയല്ലോ, നിനക്ക് ആകെ മാറ്റം വന്നല്ലോ, നീ ചെറുപ്പമായല്ലോ, വളരെ എനർജറ്റിക് ആണല്ലോ. നമ്മൾ അങ്ങനെ മാറും. ഈ ബിസിനസിന്റെ പ്രത്യേകത, ഈ ബിസിനസ്സിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന മാറ്റം, നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റം, നമ്മുടെ സംസാര രീതിയിൽ ഉണ്ടാവുന്ന മാറ്റം. മറ്റുള്ള ആളുകളുടെ വിഷമത്തെ മനസ്സിലാക്കാനും പ്രശ്നങ്ങളെ പുഞ്ചിരിയോടെ നേരിടാനും നമുക്കിവിടെ കഴിയുന്നുള്ളതാണ്. ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും അതിന് തൂണായിട്ട് നമ്മൾ നിൽക്കും. ആ രീതിയിലേക്കുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഈ ബിസിനസ് നിങ്ങളെ വളർത്തും. സമയത്രയായി? ഓക്കെ, 7 മണി ആയി തോന്നൂ അല്ലെ? ഞാൻ ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓൾ റൗണ്ടറായി മാറണം നമ്മൾ. നിങ്ങൾ ക്രിക്കറ്റിലൊക്കെ കേൾക്കാറ് ഓൾറൗണ്ടർ. അവർ ബാറ്റിംഗും നടത്തും, ബോളിംഗും നടത്തും, നല്ല ഫീൽഡറും ആവും എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഓൾറൗണ്ടേഴ്സ് ആയിട്ട് മാറണം. ഓൾറൗണ്ടേഴ്സ് ആയിട്ട് മാറണം. എനിക്ക് ഇന്നത് പറ്റില്ല, അങ്ങനെ ഇല്ല. തുടക്കത്തിൽ പറ്റില്ല, അത് സത്യമാണ്. നമുക്ക് എല്ലാ കഴിവില്ല, അറിവില്ല. പക്ഷെ കാലക്രമേണ ഇൻ പ്രാക്ടീസ് ഈ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓട്ടത്തിൽ പഠിക്കും. സൈറ്റ് എൻട്രി ചെയ്യുക, KYC ചെയ്യുക, പിന്നെടുക്കുക, ID അടിക്കുക, പ്ലാൻ പ്രസന്റ് ചെയ്യുക,
MC ആവുക, ഫോളോ അപ്പ് ചെയ്യുക, പ്രൊഡക്റ്റ് ഡെമോ ചെയ്യുക, ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാലക്രമേണ നമ്മൾ പഠിക്കും, ഓട്ടത്തിൽ പഠിക്കും. നിങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടായാൽ മതി. നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു ഓൾറൗണ്ടറായി മാറണം. ഓൾറൗണ്ടറായി മാറിയ മാത്രമേ നമ്മൾ ഇതിൽ ലീഡർ ആവുള്ളൂ. ലീഡറായ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ജോർജുട്ടി വരുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എവിടെയാണെന്നുള്ളതല്ല, നമുക്ക് എങ്ങോട്ട് എത്തണം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പൊ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ ഉള്ളത്? ഈ ബിസിനസിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ്? നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യൂ. അതിനെന്തൊക്കെയാണ് നമ്മുടെ തടസ്സങ്ങൾ? ഈ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം? ചില ആളുകളുടെ കയ്യിൽ വാഹനം ഇല്ല, സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ, ഒരു ബൈക്കെങ്കിലും ഇല്ലെങ്കിൽ ഈ ബിസിനസ് വലിയ സ്കെയിലിൽ ഡെവലപ്പ് ചെയ്യാൻ ചെറിയ അസ്വസ്ഥതകൾ നമുക്ക് നേരിടും. സ്വന്തമായിട്ട് ഒരു ബൈക്ക് അങ്ങനെ സഞ്ചരിക്കാനുള്ള നമ്മുടെ ടീമിന്റെ ഘടന അനുസരിച്ച് സ്വന്തമായിട്ട് ഒരു വാഹനം ഇല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളെ പോലെയാണ്, അംഗവൈകല്യം ബാധിച്ച വ്യക്തിയെ പോലെയാണ്. അവർക്ക് അതിന്റെ അംഗവൈകല്യമുള്ള വ്യക്തിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടോ അതേ ബുദ്ധിമുട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ നേരിടും. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായ സാഹചര്യങ്ങളെ കൂടെ നമ്മൾ ഒരുക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റൗണ്ട് ദ ക്ലോക്ക് സർവീസ് മൈൻഡ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏത് സമയത്തും നമ്മളെ കിട്ടണം, നമ്മുടെ ടീമിന്. സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ ശ്രമിക്കുക ഫോൺ. കാരണം നമ്മൾ എപ്പോഴും അവൈലബിൾ ആവണം. കീപ് ഓൾവേസ് ഹൈ പെർഫോമൻസ്. ആ പെർഫോമൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൺലി പോസിറ്റീവ് ടോക്ക്. ഓൺലി പോസിറ്റീവ് ടോക്ക്. ഓൺലി പോസിറ്റീവ് ടോക്ക്. നമുക്ക് പറയാൻ ഒരുപാടുണ്ടല്ലോ നമ്മുടെ കമ്പനിയെ കുറിച്ച്, നമ്മളെ കുറിച്ച്, നമ്മുടെ ടീമിനെ കുറിച്ച്, നമ്മുടെ ബിസിനസിനെ കുറിച്ച്. നോക്കൂ, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏത് കമ്പനിയുടെ മുമ്പിലും ആരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാം, വർഷം 5.5 കോടി സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് എന്റെ ഉള്ളനടിയിലുള്ളത്. ഇത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മുടെ കൈയിന്റെ ഉള്ളനടിയിലുള്ളത് വർഷത്തിൽ 5.5 കോടി സമ്പാദിക്കാൻ കഴിയുന്ന വലിയൊരു അവസരമാണ്. ഈ അവസരം, അതിന് അഭിമാനം നമുക്ക് കൊള്ളാൻ പറ്റണം. ഈ ബിസിനസിനെ കുറിച്ച് അടുത്തൊരു 5 വർഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ആരായി തീരണം? 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കണം? ഇപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വാഹനത്തിൽ സഞ്ചരിക്കും? ഇപ്പോ നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് അടുത്ത 5 വർഷം കഴിഞ്ഞ സമയത്ത് ഏത് ബ്രാൻഡ് ഡ്രസ്സ് ഞാൻ ധരിക്കും? പ്രത്യേകിച്ച് സ്ത്രീകള്, ആഭരണങ്ങള്. ഇപ്പൊ നിങ്ങളുടെ ലോക്കറിൽ അല്ലെങ്കിൽ അലമാരിയിൽ ഉള്ള ആഭരണങ്ങൾ, അലമാരിയിൽ എന്ന് പറയുന്നത് ബാങ്കിന്റെ അലമാരിയിലായിരിക്കും ഭൂരിഭാഗം. അത് നമ്മുടെ സ്വന്തം അലമാരിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം, നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയണം. അപ്പൊ അടുത്ത 5 വർഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവണം. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു വീട്, അതിൽ കുറെ കുറവുകൾ നമുക്കറിയാം. ആ കുറവുകളൊക്കെ ഓവർകം ചെയ്യുന്ന നമ്മുടെ ആഗ്രഹത്തിലുള്ള ഒരു വീട്. ഇത്തരത്തില് ഒരു 5 ഇയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. ഇത് തയ്യാറാക്കിയാൽ മാത്രമേ ഇതിലേക്ക് സമയവും എഫർട്ടും കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇത് തയ്യാറാക്കിയാൽ മാത്രമേ സമയവും എഫർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമ്മുടെ ജീവിതമാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, മനോഹരമാക്കാൻ, ഈ ഭൂമിയിലെ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ള അവസരമാണ്. 100 കണക്കിന് ആളുകളുടെ ആരോഗ്യവും വരുമാനവും മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കിട്ടിയുള്ള അവസരമാണ്. ആ അവസരത്തിനെ കൃത്യമായി ഉപയോഗിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഇന്ത്യയിലെ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ ആരോഗ്യവും വരുമാനവും 100 കണക്കിന് ആളുകൾക്ക്, 1000കണക്കിന് ആളുകൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു 5 കൊല്ലം കൊണ്ട് 100 കണക്കിന് കോടീശ്വരന്മാര് ഈ ബിസിനസ്സിലൂടെ ഈ കമ്പനിയിൽ ഉണ്ടാവും. അതിലെ 100 കണക്കിന് ആളുകൾ നമ്മുടെ ടീമിലാവണം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുണ്ട്. ഈ ചിന്തയിലൂടെ വേണം നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാൻ. നമുക്ക് നമ്മുടെ ഒരു വാല്യൂ ഉണ്ട്, നമ്മുടെ സമയത്തിന് ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ആരുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെഗറ്റീവുകൾ ഒഴിവാക്കി ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മുന്നോട്ട് പോവാം. നെഗറ്റീവുകളെ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് പഞ്ഞു വാങ്ങിച്ചോളൂ. നെഗറ്റീവ് പറയുന്ന ആളുകൾ അടുത്ത് വരുമ്പോൾ ആ പഞ്ഞെടുത്ത് ചെവിയിൽ വയ്ക്കുക. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ,
അത് കഴിഞ്ഞ് നമ്മുടെ അപ്ലൈന്റെ അടുത്ത് വരുമ്പോ ആ പഞ്ഞി എടുക്കുക, പോസിറ്റീവ് മാത്രം കേൾക്കും. ഈ പോസിറ്റീവ് മാത്രമേ നമ്മൾ മുന്നോട്ട് നയിക്കൂ, പോസിറ്റീവ് മാത്രമേ നമ്മൾ വിജയിപ്പിക്കൂ. ഇത്രയും കാലം നമ്മളെ കൊണ്ട് നിന്നെ കൊണ്ട് കഴിയില്ല 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 എന്ന് പറഞ്ഞ ആളുടെ മുന്നില് നീ മിടുക്കനാണ് മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറയിപ്പിക്കുന്ന ഒരു ദിവസം വരും. നമ്മൾ എത്രയും കാലം നമ്മൾ പണിയെടുത്തു, പ്രവർത്തിച്ചു, നമുക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ബൈബിളില് ചെറിയൊരു ഉപമയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒരുവൻ വിത്ത് വിതച്ചു, ആ വിത്തുകള് കുറെ വിത്തുകള് പാറപ്പുറത്ത് വീണു, കുറെ വിത്തുകള് വഴിയരികിൽ വീണു, കുറെ വിത്തുകള് മുൾച്ചെടികൾക്ക് വീണു, കുറച്ച് വിത്തുകള് ഫലഭൂഷ്ടിയായ മണ്ണിൽ വീണു. പാറപ്പുറത്ത് വീണ വിത്തുകള് വാടിക്കരിഞ്ഞു പോയി വെയിൽ കൊണ്ട്. വഴിയരികിൽ വീണത് അതിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ചവിട്ടി മതിച്ചു, നാശാക്കി കളഞ്ഞു. മുൾച്ചെടികൾക്കുള്ളിൽ വീണത് പക്ഷികൾ മറ്റും കൊത്തി തിന്നു. ഫലഭൂഷ്ടമായ മണ്ണിൽ വീണ വിത്തുകള് 100 മേനി വിളവ് തന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഉപമ. ഇവിടെ ഈ ഉപമ ഞാൻ അവിടെ പറയാനുള്ള കാരണം, വിതച്ച വിത്ത് എല്ലാം ഒന്ന് തന്നെയായിരുന്നു, വിത്തിനൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വിത്തുകൾ വീണ സ്ഥലത്തിനാണ് പ്രശ്നം ഉണ്ടായത്. നമ്മളാകുന്ന വിത്തുകൾ, നമ്മളെല്ലാവരും മികച്ച വിത്തുകളാണ്. നമ്മളാകുന്ന വിത്തുകൾ ഇതുപോലെ ഇത്രയും കാലം പാറപ്പുറത്തും വീണ് വാടിക്കരിഞ്ഞു പോയി, ചില വഴിയരികിൽ വീണ് നമ്മളെ ചവിട്ടി മതിച്ചു, ചില ആളുകൾ നമ്മളെ കൊത്തി തിന്നു. ഇപ്പോ യഥാർത്ഥ ഫലഭൂഷ്ടമായ 100 മേനി വിളവ് തരുന്ന മണ്ണിലാണ് നിങ്ങൾ വീണിരിക്കുന്നത്. ഇവിടെ 2-3 വർഷം കൃത്യമായി പണിയെടുത്തുകൊണ്ട് നിങ്ങൾ 100 മേനി വിളവ് കൊയ്യണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ, വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം 7:10 അയ്യോ സമയം അധികരിച്ചു. ഓക്കെ, എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സുരേഷ് സാർ. 1 മണിക്കൂർ നേരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയ സുരേഷ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചേർന്ന് വലിയൊരു ക്ലാപ്പ് നൽകി ആദരിക്കുകയാണ്. ഒപ്പം തന്നെ വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് ഇത്തരം നല്ല സന്ദേശങ്ങളുമായി വീണ്ടും എത്തണമെന്ന അഭ്യർത്ഥനയോടുകൂടി തൽക്കാലം സമയത്തിന്റെ വൈകിയ വേളയിലും ഞാൻ നിർത്തട്ടെ. എന്റെ പേര് മനോജ്, പട്ടിക്കാടാണ് താമസം. ഈ ബയോട്ടോറിയം നെഞ്ചോട് ചേർത്ത് ചങ്കോട് ചേർത്ത് വളരെ സീരിയസ് ആയി ചെയ്തു വരുന്നു. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ, എല്ലാ ലീഡേഴ്സ്. ഓക്കെ, താങ്ക് യു.